നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ADGP MR അജിത്കുമാറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനിടെ RSSുമായുള്ള ADGP MR അജിത്കുമാറിന്റെ കൂടിക്കാഴ്ച DGP നേരിട്ട് അന്വേഷിക്കും. ദത്താത്രേയ ഹൊസബെല്ല, റാം മാധവ് എന്നിവരെ ADGP കണ്ടത് 10 ദിവസത്തെ ഇടവേളയിലാണ്. അതിനിടെ ശബരിമലയിൽ MR അജിത്കുമാർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്ന വിമർശനമുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച ആരോപണം ഉയർന്നിരിക്കുന്നത്. MR അജിത്കുമാർ സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല രാഷ്ട്രീയ അട്ടിമറിയും നടത്തിയിട്ടുണ്ടെന്ന് PV അൻവർ MLA ആരോപിച്ചു. ADGP അജിത്കുമാർ ചുമതലയിൽ നിന്ന് മാറിയാൽ കൂടുതൽ പേർ തെളിവുകളുമായി രംഗത്ത് വരും. ADGPയെ ഇന്റലിജൻസ് നിരീക്ഷിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും മലപ്പുറം SP സുജിത് ദാസ് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ ഇന്റർസെപ്ഷൻ മെഷീനുകൾ അവിടെ സ്ഥാപിച്ച അന്ന് തൊട്ട് ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെ 3 ആളുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ആ 3 ആളുകൾക്ക് വലിയൊരു മാറ്റം വന്നിട്ടില്ല. ആരെ ഫോണും ചോർത്താണ്. കോടികൾ മുടക്കിയ ATSന്റെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഇവിടുന്ന് ഈ ചങ്ങാതി ഹൈദരാബാദിലേക്ക് പോയല്ലോ. മറ്റേ നമ്മുടെ താനൂർ കേസ് കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ പോയി 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ATSന്റെ തലവൻ ഈ ചങ്ങാതി ആര് സുജിത് ദാസ്. ഇതാണ് ഇതിലെ ഭയങ്കര സംഭവം. ഇപ്പൊ ഈ ഇങ്ങോട്ട് ആലപ്പുഴ പത്തനംതിട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് വരെ ഈ പറയുന്ന 5-6 മാസങ്ങള് ഈ ATSൽ ഇരിക്കുക. അതിന്റെ ഫോൺ കോൾ തന്നെ അതിൽ പറയുന്നുണ്ട്. സാറേ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഇവിടുന്ന് പോയി ഹൈദരാബാദിൽ പോയി പിന്നെ വന്ന് ഞാൻ ആ ATSന്റെ മൂലക്കിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ ഞാൻ 3 മാവോയിസ്റ്റുകളെയും പിടിച്ചു കൊടുത്തു. എന്റെ ഫോൺ കോൾ നിങ്ങൾക്ക് കേൾക്കാം. ഈ ചങ്ങാതിയായിരുന്നു ഈ പറയുന്ന ATS ഇന്റലിജൻസ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഹെഡ്. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഫോൺ സംഭാഷണം ചോർത്തിയെന്നാണ് PV അൻവർ ആരോപിച്ചത്. അരീക്കോട് MSP ക്യാമ്പിലുള്ള ATSന്റെ സംവിധാനം വഴിയാണ് ഫോൺ സംഭാഷണം ചോർത്തിയതെന്നും PV അൻവർ ആരോപിച്ചു. അതിനിടെ ഈ പ്രമാദമായ പല കേസുകളും അട്ടിമറിക്കാൻ ADGP MR അജിത്കുമാർ കൂട്ടുനിന്നുവെന്നും PV അൻവർ ആരോപിക്കുന്നു. ഇനി ADGP അജിത്കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തിയിട്ട് ഈ കേസുകൾ അന്വേഷിച്ചാൽ ഈ പറഞ്ഞതുപോലെ PV അൻവറിനെ കുരിക്കാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ടത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഈ നാടിന് വേണ്ടി പറയണം, ഈ തെളിവുകൾ PV അൻവറിന്റെ കയ്യിലൊന്നുമല്ല. നാളെ PV അൻവറിന് എന്തെങ്കിലും സംഭവിച്ചാലും ഈ കേസ് അവസാനിക്കില്ല. അതിന് കൃത്യമായ സെറ്റപ്പുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അനുമോദ്, ഓരോ ദിവസവും PV അൻവർ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുകയാണ്. കഴിഞ്ഞ ദിവസം അൻവറിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. എല്ലാ തെളിവുകൾ സഹിതം താൻ ആരോപിച്ച കാര്യങ്ങളൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയെന്ന് തുറന്നു പറഞ്ഞുവെന്ന് അൻവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും പുതിയൊരു ആരോപണം, അതായത് 2 വിഷയമാണ്. MR അജിത്കുമാറിനെതിരെ, അതോടൊപ്പം മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള പുതിയ ആരോപണമാണല്ലോ അജിത് കുമാറിനെതിരെ ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുന്നത്. അതായത് പല പ്രമാദമായ കേസുകളും അട്ടിമറിക്കാൻ കൂട്ടുനിന്നു. ഈ ADGPയെ ഇന്റലിജൻസ് നിരീക്ഷിക്കണമെന്ന് പറയുന്നു. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ അടക്കം തൃപ്തിയില്ല എന്നാണോ അൻവർ പറഞ്ഞു വെക്കുന്നത്? അനുമോദ്, ടോം, ADGP അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരുപക്ഷെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് ശരിയാവണ്ണം അന്വേഷിക്കാൻ കഴിയില്ല എന്നാണ് PV അൻവർ വ്യക്തമാക്കിയത്. അൻവർ പറയുന്നത് മുഖ്യമന്ത്രിയെ താൻ നേരിട്ട് കാണും, അദ്ദേഹത്തെ ഈ ക്രമസമാധാന ചുമതല നീക്കണം എന്ന കാര്യം മുഖ്യമന്ത്രിയോട് നേരിട്ട് അഭ്യർത്ഥിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നും PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹം ക്രമസമാധാന ചുമതല ഉള്ളിടത്തോളം കാലം കൃത്യമായിട്ട്
ഈ കേസ് അന്വേഷിക്കാൻ കഴിയണമെന്നില്ല. അത് ഗതി തിരിച്ചുവിടാൻ സാധ്യതയുണ്ട്, വഴി തിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി അദ്ദേഹത്തെ ADGP ലോ ആൻഡ് ഓർഡറിന്റെ ചാർജിൽ നിന്ന് നീക്കിയേ തീരൂ എന്ന ഒരു ആവശ്യമാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഗുരുതരമായ മറ്റു ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ADGP അജിത് കുമാറിന് BJP RSSുമായിട്ടാണ് ബന്ധം. പല കേസുകളും ഗതി തിരിച്ചുവിടാൻ അല്ലെങ്കിൽ വഴി തിരിച്ചുവിടാൻ അജിത് കുമാർ ശ്രമിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ഈ ഉപദ്രവം എങ്ങനെ ഉണ്ടാക്കാം എന്ന കാര്യത്തിലാണ് അജിത് കുമാർ ശ്രദ്ധ നടത്തുന്നത്. എങ്ങനെ ഈ സർക്കാരിന് നേട്ടമുണ്ടാകും, അതായത് ചില കേസുകൾ അന്വേഷിച്ച് ഇടതുപക്ഷ സർക്കാരിന് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അത് അജിത് കുമാർ RSSന് ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് ഗതി തിരിച്ചുവിടുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ അജിത് കുമാറിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ സുജിത് ദാസിനെതിരെയും അദ്ദേഹം കൂടുതൽ ചില ആരോപണങ്ങൾ, പുതിയ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചു. അദ്ദേഹം അരീക്കോട് ATSന്റെ, അതായത് MSPയുടെ ഒരു വിഭാഗമുണ്ട്, അവിടെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ മേഖലയിൽ നിന്ന് ഫോൺ ചോർത്തൽ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ചുമതല ഈ സുജിത് ദാസിനായിരുന്നു. പല നിർണായക ഫോൺ കോളുകളും പല ഉന്നതരുടെയും ഫോൺ കോളുകളും ഇവിടെ നിന്ന് ചോർത്തുന്നുണ്ട്. ഇത് സ്വർണ്ണക്കടത്തുകാർക്ക് സഹായിക്കാനും അതേപോലെ സ്വർണം കടത്തുന്നത് പുറത്തെത്തിച്ചാൽ അത് പുറത്തു കൊണ്ടുപോകുന്നത് തടഞ്ഞ് വീണ്ടും തിരിച്ച് മറ്റ് സ്വർണ്ണക്കടത്തുകാർക്ക് മറിച്ചു കൊടുക്കാനും ഒക്കെ ഈ ഫോൺ സംഭാഷണം ചോർത്തി നൽകുന്നു എന്ന ഗുരുതരമായ ഒരു ആക്ഷേപം ഉന്നയിച്ചു. അതായത് ഫോൺ സംഭാഷണം ചോർത്തലും ADGP അജിത് കുമാറിനെതിരെയുള്ള ആക്ഷേപങ്ങളുമാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ടോം. അനുമോദ്, അതോടൊപ്പം PV അൻവർ നേരത്തെ പറഞ്ഞ കാര്യം അനുമോദ് നേരത്തെ സൂചിപ്പിച്ച കാര്യമുണ്ട്. ADGPയെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി തന്നെ അന്വേഷണം വേണമെന്ന്. ഇക്കാര്യം നേരത്തെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. തുടക്കം മുതൽ തന്നെ PV അൻവർ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ തത്സ്ഥാനത്ത് തന്നെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ളവർ അന്വേഷണം നടത്തുന്നു. അവിടെ യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ വസ്തുതയിലേക്ക് കാര്യങ്ങൾ പോകില്ല. അജിത് കുമാറിനെതിരെ ഒരു നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടക്കില്ല എന്ന് അൻവർ പരാമർശിക്കുന്നുണ്ട്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇനി മുഖ്യമന്ത്രിയെ വീണ്ടും സമീപിക്കാൻ പോകുന്നു. ഇത് മുഖ്യമന്ത്രി ഈ PV അൻവറിൻ്റെ ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഈ ADGPയെ MR അജിത് കുമാറിനെ ഈ തലസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ളൊരു സാധ്യതയുണ്ടോ? അത് അൻവറിന് അക്കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ടോ അനുമോദ്? അൻവറിനോട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താൻ രാഷ്ട്രീയമായിട്ടൊന്നും പറയുകയില്ല എന്നാണ് പറയുന്നത്. അതായത് അജിത് കുമാറിനെ മാറ്റണമെന്ന് തന്റെ ആവശ്യമാണ്, അത് താൻ അറിയിക്കും. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ തനിക്ക് പറയാൻ കഴിയില്ല. താൻ ഒരു സ്വതന്ത്ര MLA ആണ്. അതുകൊണ്ട് തന്നെ താൻ പറയുന്നതെല്ലാം തന്റേതായ അഭിപ്രായമാണ്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള തരത്തിലേക്ക് ഒരു ചായ്വ് വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല. താൻ തന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അൻവർ വ്യക്തമാക്കിയത്. തനിക്ക് പറയാനുള്ളത് താൻ പറയുക തന്നെ ചെയ്യും. ഇപ്പോൾ താൻ ഉന്നയിക്കുന്നത് ADGP അജിത് കുമാർ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഈ കേസ് അന്വേഷണം ശരിയാവണ്ണം നടക്കില്ല എന്ന വിശ്വാസത്തോടെയാണ്. അതുകൊണ്ടാണ് അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം മുഖ്യമന്ത്രിക്ക് നേരിൽ കണ്ടറിയിക്കാൻ വീണ്ടും പോകുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് ഇതിനോടകം ലഭിച്ച കൂടുതൽ തെളിവുകൾ, സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചും ഈ ഫോൺ ചോർത്തൽ സംബന്ധിച്ചും ഒക്കെ തനിക്ക് ലഭിക്കുന്ന തെളിവുകൾ മുഖ്യമന്ത്രിക്ക് വീണ്ടും കൈമാറുമെന്നൊരു സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. അതായത് PV അൻവർ MLA തന്റെ പോരാട്ടവുമായി താൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളുമായി നീങ്ങാൻ തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. ADGP അജിത് കുമാറും സുജിത് ദാസുമാണ് ഇപ്പോൾ ഈ ഒരു അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ പട്ടികയിലുള്ളത്. പക്ഷേ ഇതിനപ്പുറം ഉദ്യോഗസ്ഥരുണ്ട്. അവരിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല, അവരുടെ പേരൊന്നും താനിപ്പോൾ പറയുന്നില്ല എന്നും PV അൻവർ MLA പറഞ്ഞു വെക്കുകയാണ്. അതായത് വരും ദിവസങ്ങളിൽ അജിത് കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അത് പുറത്തുവിടുക തന്നെ ചെയ്യുമെന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ അന്വേഷണം നേരാവണ്ണം നടക്കണമെങ്കിൽ തോംസൺ ജോസ് വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, തന്റെ മൊഴി വൃത്തിയെ രേഖപ്പെടുത്തിയെന്നൊക്കെ അൻവർ പറയുമ്പോഴും ഈ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കപ്പെടണമെങ്കിൽ ADGP അജിത് കുമാർ ആ ക്രമസമാധാന ചുമതലയുടെ സ്ഥാനത്ത് നിന്നും മാറ്റിയേ തീരൂ. അതല്ലെങ്കിൽ അത് അന്വേഷണത്തെ സ്വാധീനിക്കാനും വഴിതിരിച്ചുവിടാനും സാധ്യതയുണ്ട് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് MLA ആയ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ടോം. തീർച്ചയായും അനുമോദ്, ഏറ്റവും ആദ്യത്തെ ദിവസം PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അന്ന് ഉന്നയിച്ചൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ കീഴിൽ ഒരു അന്വേഷണം നടത്തിയാൽ, MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരില്ല. അതുകൊണ്ട് തന്നെ റിട്ടയർഡ് ജഡ്ജി ഇക്കാര്യം അന്വേഷിക്കണമെന്ന്. പക്ഷെ പിന്നീട് അതിൽ നിന്നും മലക്കം അറിയുന്നു. ഇന്ന്
മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട, ഈ കേരള പോലീസ് തന്നെ ഈ വിഷയം അന്വേഷിച്ചാൽ മതി, നല്ല മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്നൊക്കെ. അത് എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് അൻവർ പിന്നെ മാറിയത്? കാരണം തുടക്കത്തിലൊരു റിട്ടയർഡ് ജഡ്ജി അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർത്തിയ അൻവർ ഇപ്പോൾ കേരള പോലീസ് തന്നെ ഇത് അന്വേഷിച്ചാൽ മതി, അത്രയ്ക്കും കേരള പോലീസിന് വിശ്വാസമുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയില്ല അൻവറിന്. കാരണം അൻവർ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമുണ്ട്, ഈ MR അജിത് കുമാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ പല രീതിയിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടാകാമെന്നൊക്കെ. ഇപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ഒരു കേന്ദ്ര ഏജൻസിയോ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിയോ ഒന്നും ഇത് അന്വേഷിക്കേണ്ട എന്ന നിലപാടിലേക്ക് അൻവർ എത്തിയത്? ഈ റിട്ടയർഡ് ജഡ്ജിയെ സംബന്ധിച്ച് പിന്നെ അൻവർ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ അത് നിരസിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം റിട്ടയർഡ് ജഡ്ജി അന്വേഷിക്കണമെന്ന ആവശ്യം കൂടുതലായിട്ട് ഉന്നയിക്കാത്തത്. രണ്ടാമതായത് കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കുകയാണെങ്കിൽ അത് MR അജിത് കുമാറിനെ സഹായിക്കാനേ ഉപകരിക്കൂ എന്നാണ് അൻവറിന്റെ നിരീക്ഷണം. കാരണം RSSും BJPയുമായിട്ട് വലിയ ബന്ധമാണ് ADGP അജിത് കുമാറിനുള്ളത്. അത് പലതവണ താൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അജിത് കുമാറിന്റെ ദോഷം വരുന്ന തരത്തിലേക്ക് ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അജിത് കുമാറിനെ ഈ ഒരു അന്വേഷണത്തിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പോലും ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ വരാതിരിക്കും. അപ്പോൾ ഈ മിടുക്കരായ നല്ല ടീമിനെ വെച്ച് ഈ പറയുന്ന ആരോപണങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ താൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ തെളിവായിട്ട് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പക്ഷേ അതിന് കേന്ദ്ര ഏജൻസികളെ നമുക്ക് ഏൽപ്പിക്കാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികൾ എപ്പോഴും RSSനും BJPക്ക് അനുകൂലമായ നിലപാടാവും സ്വീകരിക്കുക. ADGP അജിത് കുമാർ ആകട്ടെ RSSനും BJPക്കും വളരെ പ്രിയപ്പെട്ടവനും വേണ്ടപ്പെട്ടവനുമായതിനാൽ കേന്ദ്ര അന്വേഷണം ഒരിക്കലും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായകമാകില്ല എന്ന നിലപാട് തന്നെയാണ് PV അൻവർ MLA ഇന്ന് വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയത്. അൻവർ കൃത്യമായി പറയുന്നു, ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന്റെ സ്വാധീനം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഒരുക്കിയാൽ താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് കൃത്യമായി തെളിയിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ടോം. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. BV വിനോദ് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, PV അൻവർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വീണ്ടും ആവശ്യം ഉന്നയിക്കുന്നു ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്ന്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വസതിയിൽ DGP ഉൾപ്പെടെയുള്ളവരുടെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതിന് പിന്നാലെ അജിത് കുമാർ നാളെ ദിവസത്തെ അവധിയിൽ പ്രവേശിക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അതൊക്കെ ഓണ അവധിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ PV അൻവർ ഇത്തരമൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ MR അജിത് കുമാറിനെ ചുമതലയിൽ നിന്നും നീക്കാനുള്ളൊരു സാധ്യതയുണ്ടോ വിനോദ്? ടോം, പലവിധ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെയും അത്തരത്തിലുള്ള ഒരു സംരക്ഷണം MR അജിത് കുമാറിന് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു നടപടിക്കുള്ള ഒരു നിർദ്ദേശം വന്നിട്ടില്ല. അതേസമയം അൻവർ പറഞ്ഞ പരാതി അതിങ്ങനെയല്ല പറയേണ്ടിയിരുന്നതെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഏതായാലും അന്വേഷണം പ്രഖ്യാപിച്ചു. അത് ആ വഴിക്ക് നടക്കുന്നുണ്ട്. 5 അംഗ അന്വേഷണ സംഘത്തെ അൻവറിന്റെ പരാതികൾ പരിശോധിക്കുന്നതിന് ആദ്യം നിയോഗിച്ചു. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവാദം ഈ 2 RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. തൃശൂരും തിരുവനന്തപുരത്തും. ദത്താത്രേയയെ കണ്ടത് തൃശൂരാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് ഇങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണെന്ന വിമർശനം പോലും വരുന്നു. CPIയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിമർശനം വരുമ്പോൾ സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് CPMന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഏതെങ്കിലും എതിർ പാർട്ടികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണമല്ല, മറിച്ച് ഭരണപക്ഷ MLA തൊടുത്തുവിട്ട ആരോപണങ്ങൾ, അത് CPI പോലുള്ള പാർട്ടികൾ അതിൽ വിശദമായ അന്വേഷണം വേണം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന നിലയിലേക്ക് അവർ പറഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയാണ്. അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചകളും ദുരൂഹമാണ്. കാരണം അടുത്തടുത്ത ദിവസങ്ങളിലാണ് 2 RSS നേതാക്കളെയും കണ്ടിരിക്കുന്നത്. തൃശൂരിൽ കഴിഞ്ഞ വർഷം മെയ് 22-നായിരുന്നു ദത്താത്രേയുമായുള്ള കൂടിക്കാഴ്ച. അത് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തൊട്ടടുത്ത മാസം തന്നെ ജൂൺ 2-ന് മെയ് 22-നും ജൂൺ 2-നുമായാണ് 2 കൂടിക്കാഴ്ചകൾ. ജൂൺ 2-നാകട്ടെ രണ്ടാമത്തെ RSS നേതാവിനെ കോവളത്ത് കാണുകയാണ്. ആ സമയത്ത് അജിത് കുമാറിനോടൊപ്പം ചില ബിസിനസ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്.
അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച എന്തിനു വേണ്ടി സ്വകാര്യ സന്ദർശനം എന്ന് അജിത് കുമാർ പറഞ്ഞു. ആദ്യത്തെ സന്ദർശനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ്. എങ്കിൽ രണ്ടാമത്തെ സന്ദർശനം ഇങ്ങനെ RSS നേതാക്കളുമായി, ഉന്നതരായ RSS നേതാക്കളുമായി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP സർക്കാരിന്റെ അനുമതിയില്ലാതെ എന്തിന് കൂടിക്കാഴ്ച നടത്തി എന്നത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായി വരുന്ന കാര്യം. സർവീസ് ചട്ടത്തിന്റെ ലംഘനമുണ്ടോ, അധികാര ദുർവിനിയോഗമുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. അജിത് കുമാറിനെ സംബന്ധിച്ചുള്ള ഈ പരിശോധന നടത്തുന്നത് DGP ആണ്. നമുക്കറിയാം പോലീസിൽ പല കാര്യങ്ങളും, നയപരമായ പല കാര്യങ്ങളുടെയും ഉത്തരവുകൾ നേരത്തെ MR അജിത് കുമാർ പുറത്തിറക്കിയിരുന്നു. സർക്കുലറുകളും ഉത്തരവുകളും ഒക്കെയും പുറത്തിറക്കുമ്പോൾ അത് DGPയോ പോലീസ് ആസ്ഥാനമോ അറിയാതെ ADGPയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഉത്തരവുകൾ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ DGPക്ക് തന്നെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ADGPയുടെ പല നിർദ്ദേശങ്ങളെയും പിന്നീട് തിരുത്തിക്കൊണ്ട് പുതിയ ഉത്തരവുകളോ അങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങളോ നൽകിക്കൊണ്ട് പോലീസ് ആസ്ഥാനത്തിന്റെ അറിയിപ്പുകൾ സേനയ്ക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. DGP സ്ഥലത്തില്ലായിരുന്ന സമയത്തും അമിതമായ അധികാരം അല്ലെങ്കിൽ ഇല്ലാത്ത അധികാരം അജിത് കുമാർ എടുക്കുന്നു എന്ന ആരോപണങ്ങൾ, അവിടെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. MR അജിത് കുമാർ അവിടെ ലൈസൺ ഓഫീസർമാരെ നിയമിച്ചതിൽ പോലും ഈ അമിത ഗുരുതരമായിട്ടുള്ള MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ഏറ്റവും പുതിയ ആരോപണം വിനോദ്, ശബരിമലയുടെ വിഷയത്തിലടക്കം, ശബരിമലയിലടക്കം അമിതാധികാരം ഉപയോഗിച്ചു, MR അജിത് കുമാർ അമിതാധികാരം ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഇത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട്, ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്റലിജൻസ് DGPക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചതാണോ, അതോ ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണോ ഈ റിപ്പോർട്ട് പുറത്തു വന്നത്? സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ്. ഇതൊക്കെ നേരത്തെ തന്നെ ഉള്ള റിപ്പോർട്ടുകളാണ്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പോലും നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ സമയത്ത് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുകയും വേണ്ടത്ര ഗൗരവത്തിൽ സർക്കാർ ആ വിഷയങ്ങളെ കാണാതിരിക്കുകയും ചെയ്തു എന്നതാണ്. അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ വിശദീകരണം തേടലോ മറ്റ് നടപടികളിലേക്കോ കടക്കുമായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ടായി വന്നിട്ടും അതിന്മേൽ നടപടി ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഈ അജിത് കുമാറിനെ ഇപ്പോഴും സംരക്ഷിക്കുമ്പോൾ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളായി മാറുന്നത്. എന്തുകൊണ്ട് അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടും സംരക്ഷിച്ചു, ഇപ്പോഴും എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു? PV അൻവർ പരാതി പറയേണ്ടത് ഈ തരത്തിലായിരുന്നില്ല എന്ന ഒരു വിമർശനം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അൻവറിനെ തള്ളാൻ വയ്യ. അതുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നു. ആ നിലയ്ക്ക് അൻവർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ അല്ല അന്വേഷണങ്ങൾ പോകുന്നതെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ തുറന്നു പറയേണ്ടി വരുമെന്ന ഒരു നിലപാട് അൻവർ സ്വീകരിച്ചിട്ടുണ്ട്. P ശശിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയില്ല. ആ കാര്യം നമുക്ക് P ശശി പരാജയമാണെന്ന് അൻവർ പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും പിന്നീട് എഴുതി നൽകിയ പരാതിയിൽ P ശശിയുടെ പേര് പരാമർശിച്ചിരുന്നില്ല. എന്തു തന്നെയായിരുന്നാലും ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, അതിലെ സത്യസന്ധത, അതിൽ എത്രമാത്രം സത്യസന്ധമായി ആ അന്വേഷണം മുന്നോട്ട് പോകും, അതൊക്കെ വളരെ പ്രസക്തമായ കാര്യമാണ്. പക്ഷേ DGP ഇതിൽ കൃത്യമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. MR അജിത് കുമാർ ആകട്ടെ നേരത്തെ ഈ 5 അംഗ അന്വേഷണ സമിതിയിലെ തിരുവനന്തപുരം IG-യും തൃശൂർ റേഞ്ച് DIG-യും ഉണ്ട്. അത് ദൈനംദിനം ADGPക്ക് ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണ്. ഈ അന്വേഷണ സംഘത്തിലുള്ളത് കൊണ്ട് തന്നെ തനിക്കിനി അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാട് MR അജിത് കുമാർ സ്വീകരിച്ചു. പക്ഷേ അൻവറിന്റെ ആരോപണങ്ങൾ, അത് ഗുരുതരമായ ആരോപണങ്ങൾ, കൊലപാതകം നടത്തിയിട്ടുണ്ട്, സ്വർണ്ണക്കടത്ത് ബന്ധം, മയക്കുമരുന്ന് സംഘങ്ങളുമായുള്ള ബന്ധം, പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്ന രീതി, സുജിത്ദാസും ADGP MR അജിത് കുമാറുമായി അങ്ങനെ തട്ടിയെടുക്കുന്നു, അങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് 5 അംഗ സംഘം അന്വേഷിക്കുമ്പോഴാണ് ഈ RSS കൂടിക്കാഴ്ച എന്നത് വരുന്നത്. അവിടെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നു കമ്മീഷണർ അങ്കിത് അശോകൻ. അത് നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ, മുൻകാലങ്ങളിൽ എങ്ങനെയാണോ തൃശൂർ പൂരത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നത്, സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നത്, അതേ രീതിയിൽ നടത്തണമെന്ന റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് അതിനെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ക്രമീകരണങ്ങൾ വേണ്ടതെന്ന രീതിയിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അജിത് കുമാർ നൽകുന്നു. അവിടെ തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നു. ഇതൊക്കെയാണ് ആരോപണങ്ങളായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം അജിത് കുമാർ തന്നെ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിലുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വരണമെന്നാണ് VS സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ അജിത് കുമാർ ആകട്ടെ അവധിയിൽ പ്രവേശിക്കാനുള്ള തീരുമാനത്തിലാണ്. 2 ദിവസം 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ അവധിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുള്ള അദ്ദേഹം നേരത്തെ തന്നെ അവധിയിൽ പ്രവേശിച്ചേക്കുമെന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ തീർച്ചയായും MR അജിത് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം കാര്യങ്ങൾ വിനോദ്, ഈ
മുഖ്യമന്ത്രിയാണ്. എം.ആർ. അജിത്കുമാറിനെ ആരാണ് സംരക്ഷിക്കുന്നത് ചോദ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. എം.ആർ. അജിത്കുമാറിന് ഇപ്പോഴും ആ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലുള്ള നടപടി ഒന്നും സ്വീകരിച്ചില്ല. അതിനിടെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി.വി. അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അജിത് കുമാറിനെ സ്ഥാനത്തു നിന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ വീണ്ടും കാണാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. പക്ഷേ ഒരു വശത്ത് പാർട്ടി ഈ പി.വി. അൻവർ ഈ രീതിയിൽ പാർട്ടിയെയും സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് പാർട്ടിയുടെ പിന്തുണ അൻവറിനില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പുറത്തിറങ്ങിയപ്പോൾ മുഖ്യമന്ത്രി കണ്ണുരുട്ടി പേടിപ്പിച്ചപ്പോൾ അൻവർ, അതായത് പുലി പോലെ പോയ അൻവർ എലി പോലെ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു ഒരു അവസ്ഥ, ഒരു സാഹചര്യം പോലുമുണ്ട്. പരിഹാസപാത്രവനായ ഒരു പി.വി. അൻവറിനെ ആണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. പക്ഷേ അൻവർ പിന്നോട്ടില്ല. താൻ മുഖ്യമന്ത്രിയെ വീണ്ടും കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രി പി.വി. അൻവറിന് ഒരു കൂടിക്കാഴ്ചക്കുള്ളൊരു സാഹചര്യം ഒരുക്കുമോ? അൻവറിൻ്റെ ഈ പുതിയ ആരോപണത്തെയും ആവശ്യത്തെയും മുഖവിലക്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? വിനോദ്. ടോം, നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയാൻ സാധ്യതയുള്ളൊരു കാര്യം, ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 മാസ കാലാവധിയാണ് ആ അന്വേഷണത്തിന് നൽകിയിട്ടുള്ളത്. വിശദമായ റിപ്പോർട്ട് വരട്ടെ. കാരണം ADGPയുടെ മുകളിലുള്ള DGP തന്നെ, സംസ്ഥാന പോലീസ് ചീഫ് തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് നടപടി എന്ന നിലയ്ക്കായിരിക്കും. അല്ലാതെ തിടുക്കപ്പെട്ട് ഇപ്പോൾ BJP അല്ലെങ്കിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വലിയ വിവാദമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്മേൽ ഒരു നടപടി ഉണ്ടാകാം. അല്ലാതെ ആദ്യത്തെ ആരോപണം, പി.വി. അൻവർ ആദ്യം ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്, അതിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇനിയും ആ കാര്യത്തിൽ എടുക്കാൻ പോകുന്നൊരു നിലപാട് ഈ അന്വേഷണം പൂർത്തിയാകട്ടെ എന്നുള്ളതായിരിക്കും. അതേസമയം ഇപ്പോൾ DGP പ്രത്യേകം അന്വേഷിക്കുന്ന സംഭവമാണ് ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച. ദത്താത്രേയയും അതോടൊപ്പം തന്നെ മറ്റൊരു RSS നേതാവിനെ കോവളത്ത് കണ്ടു എന്ന വിവരം, ഈ രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ ബിസിനസ് സുഹൃത്തുക്കളുണ്ട്. ആ തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ കൃത്യമായ ഒരു അന്വേഷണം DGP നടത്തുകയും അതിന്മേൽ വളരെ വേഗത്തിൽ സർക്കാർ ഒരു നടപടി എടുക്കാനുമുള്ള സാധ്യത, അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇത് ചട്ടവിരുദ്ധമാണ്, സർവീസ് ലംഘനമാണ്, അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗമാണ്. ഈ കാര്യങ്ങളൊക്കെ ഈ രണ്ടാമത്തെ അന്വേഷണത്തിൽ വളരെ പെട്ടെന്ന് തെളിയുകയും അതിന്മേൽ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും നടപടിയിലേക്ക് പോകേണ്ടി വരും. സർക്കാരും ഈ കാര്യത്തിൽ സമ്മർദ്ദത്തിലാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർ സ്വരങ്ങൾ വരുന്നുണ്ട്. പൂർണ്ണമായും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല CPM-ലെ പ്രധാനപ്പെട്ട നേതൃനിരയിൽ എല്ലാവരും ഒരേ സ്വരത്തോടുകൂടി ഇപ്പോൾ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന് പറയാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. അന്വേഷണം നടക്കട്ടെ എന്നും ഇതിൽ പിഴവുകളുണ്ട് എന്ന് പറയാതെ പറയുകയും ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഒരു വിഭാഗം നേതാക്കൾ നിൽക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് CPI ഒക്കെ എടുക്കുന്ന നിലപാടുണ്ട്. തൃശ്ശൂരിൽ CPI ആണ് മത്സരിച്ചത്. സുനിൽകുമാർ 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി. അതുകൊണ്ട് തന്നെ ആ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്, ജനങ്ങളോട് കാര്യങ്ങൾ പറയേണ്ട ബാധ്യതയുണ്ട്. മുന്നണിയുടെയും സർക്കാരിന്റെയും ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ അംഗമായതുകൊണ്ട് തന്നെ താൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്കോ അല്ലെങ്കിൽ പരാമർശങ്ങളിലേക്കോ പോകുന്നില്ല എന്നാണ് സുനിൽകുമാർ പറഞ്ഞത്. അതായത് തൽക്കാലത്തേക്ക് അവരാരും ഒന്നും പറയുന്നില്ല, പക്ഷെ പറയാനുണ്ട്. സർക്കാരിന്റെ നടപടി കൃത്യമായി വരട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിന്റെ സ്ഥിതി സുരക്ഷിതമാണ് എന്ന് പറയാൻ തരമില്ല. ഇനി വ്യക്തിപരമായ സന്ദർശനമായിരുന്നു, ഒരുപക്ഷെ രാഷ്ട്രപതിയുടെ മെഡൽ നേടുക, പിന്നീട് DGP സ്ഥാനം ഉറപ്പിക്കുക, സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള നീക്കങ്ങൾ, അതിന് കേന്ദ്രത്തിന്റെ കൂടി പിന്തുണ വേണം. കേന്ദ്രം കൂടി അംഗീകരിക്കുന്ന പട്ടികയിൽ നിന്നാണ് ഒരു DGP-യെ തിരഞ്ഞെടുക്കുന്നത്, സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്റെ സൗഹൃദ വലയം വഴി, തന്റെ സുഹൃത്ത് വഴി RSS നേതൃത്വത്തെ സ്വാധീനിക്കാനാണ് അജിത് കുമാർ ശ്രമിച്ചത്. അങ്ങനെയെങ്കിലും അത് സർവീസ് ചട്ടം ലംഘനമാണ്. അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങൾ നടത്താൻ പാടില്ലാത്തതാണ്. അത് ഒരു വശത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, പ്രതിപക്ഷം ഉന്നയിക്കും പോലെ ഇതൊരു പാലമാണ്, ഇടനിലയാണ്, BJP-യെയും CPM-നെയും ബന്ധിക്കുന്ന പാലമായി അജിത് കുമാർ പ്രവർത്തിക്കുന്നു. എവിടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി പല വിനോദ് സൂചിപ്പിക്കുന്ന പോലെ എത്രത്തോളം സുരക്ഷിതമായിരിക്കും എം.ആർ. അജിത് കുമാറിന്റെ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന പദവി? കാരണം പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണോ എന്ന ആക്ഷേപം വരുന്നു. അങ്ങനെയെങ്കിൽ
മുഖ്യമന്ത്രി എന്തിനു വേണ്ടി സംരക്ഷിക്കുന്നു, RSSും CPM തമ്മിലുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു പാലമായിട്ടാണോ MR അജിത് കുമാർ പ്രവർത്തിച്ചത് തുടങ്ങിയ പല രീതിയിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഈ RSSുമായുള്ള MR അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള അന്വേഷണം DGP തന്നെ നേരിട്ട് നടത്താനാണ് തീരുമാനവും. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. മലപ്പുറം പള്ളിപ്പുറത്ത് വിവാഹം നടക്കാനിരുന്ന ദിവസം യുവാവിനെ കാണാതായ കേസിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കരിന്തല വീട്ടിൽ വിഷ്ണുവിനെയാണ് കാണാതായത്. വിവാഹാവശ്യത്തിനായുള്ള പണം സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് യുവാവ്. മലപ്പുറത്ത് കാണാതായ വിഷ്ണുജിത്തിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വിഷ്ണുജിത്ത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലെത്തിയ CCTV ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് ചേരുന്നു. അനുമോദ്, വിഷ്ണുജിത്ത് അതായത് വിവാഹ ആവശ്യത്തിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് മലപ്പുറത്തു നിന്നും പാലക്കാട്ടേക്ക് പോയത്. വിഷ്ണുജിത്ത് തിരിച്ചെത്തിയിട്ടില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തെങ്കിലും സൂചനയുണ്ടോ വിഷ്ണുജിത്തിനെ സംബന്ധിച്ച്? ടോം, 4-ാം തീയതിയാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. ഇപ്പോൾ പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ 4-ാം തീയതി പാലക്കാട് KSRTC ബസ് ടെർമിനലിലെ അവിടെ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണുള്ളത്. അതായത് വിവാഹത്തിന്റെ ആവശ്യത്തിനായിട്ട് പണം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പാലക്കാട്ടേക്ക് പോയത് എന്നാണ് കുടുംബം പറയുന്നത്. അദ്ദേഹം പാലക്കാട് കഞ്ചിക്കോടാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഒരു കേക്ക് ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ സുഹൃത്തുക്കളെ കണ്ട് അവരിൽ നിന്നും പണം സംഘടിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം പോയത് എന്നാണ് കുടുംബം കരുതുന്നത്. പോലീസ് മലപ്പുറം DYSP നേതൃത്വ സംഘം തന്നെ പാലക്കാട് ക്യാമ്പ് ചെയ്ത് ഇപ്പോൾ ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. അന്ന് കഞ്ചിക്കോട് പരിസരത്ത് എവിടെയോ വെച്ചാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ ട്രാക്ക് ചെയ്യാൻ ഈ സൈബർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സാധിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ സാധ്യതയാണ് കാണുന്നത്. ഒന്ന്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു വിഷ്ണു എന്നാണ് കുടുംബത്തോടെടുക്കുന്നവരും പോലീസും ഒക്കെ തന്നെ നൽകുന്ന വിവരം. ഒരുപക്ഷെ ഈ ഒരു വിവാഹത്തിന്റെ സാമ്പത്തിക ചെലവ് താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം മാറി നിൽക്കുന്നതാകുമോ എന്ന സംശയമുണ്ട്. 2, ഏതെങ്കിലും വിധത്തിൽ മിസ്സിംഗ് ആയിട്ട് മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ്, ദുരൂഹമായ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും കുടുംബം വളരെ ആശങ്കയിലാണ്, സങ്കടത്തിലാണ്. കാരണം ഏറ്റവും സന്തോഷകരമായിട്ട് കഴിഞ്ഞു പോകേണ്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ അവരുടെ കുടുംബത്തിനെ സംബന്ധിച്ച്. ആ ദിവസമാണ് ശോകമുഖമായിട്ട് വിഷ്ണുവിനെ കാണാതെ ആ കുടുംബം മുഴുവൻ കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മലപ്പുറം DYSP നേതൃത്വ സംഘം തന്നെയാണ് ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്ത് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുജിത്ത് എവിടേക്ക്, തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാമോ, അല്ലെങ്കിൽ തമിഴ്നാട് കോയമ്പത്തൂർ, ഈ കഞ്ചിക്കോട് അടുത്താണ് ജോലി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ മേഖലയിലൊക്കെ അദ്ദേഹത്തിന് പരിചിതരായ ആളുകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് പോകാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പാലക്കാട്, കോയമ്പത്തൂർ മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ടോം, അനുമോദ്, എന്തെങ്കിലും സംശയം കുടുംബത്തിനുണ്ടോ? കാരണം വിഷ്ണുജിത്തിന്റെ കൈവശം പണമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതോ മറ്റേതെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ഏതെങ്കിലും രീതിയിൽ ഒരു ദുരൂഹത കുടുംബം സംശയിക്കുന്നുണ്ടോ ഈ വിഷ്ണുജിത്തിന്റെ തിരോധാനത്തിൽ? വിഷ്ണുജിത്ത് കുറെ കാലങ്ങളായിട്ട് പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് ജോലി ചെയ്യുന്നത്. വീട്ടുകാരുമായിട്ട് നല്ല ബന്ധം തന്നെയാണുള്ളത്. പക്ഷേ സാമ്പത്തികമായിട്ട് ചില പ്രതിസന്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൈവശം പണം 1 ലക്ഷം രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ പണം ഈ ചെലവുകൾക്കും മറ്റും ആവശ്യമായത് സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് പോയത്. ഒരുപക്ഷെ ആ പണം കിട്ടാത്തത് കൊണ്ടാകാം അതിന്റെ നിരാശയോ അല്ലെങ്കിൽ വിവാഹം മുടങ്ങുമോ എന്ന ആശങ്കയോ കാരണം അദ്ദേഹം മാറി നിൽക്കുകയാണോ എന്നും പറയാനാകില്ല. അതല്ലെങ്കിൽ അദ്ദേഹം മറ്റേതെങ്കിലും സാഹചര്യത്തിൽ പെട്ടുപോവുകയാണോ, ഈ പണം, ഇദ്ദേഹത്തിന് കൈവശം പണം ഉണ്ടെന്ന് കണ്ട് മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും വല്ല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടോ എന്നും പറയാൻ കഴിയില്ല. എന്നാലും ദുരൂഹത ഇതിൽ ഉണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം ഇത്രയും ദിവസം ഈ വീടുമായി കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ലാതെ, പ്രത്യേകിച്ച് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായ വിവാഹത്തിന്റെ ദിവസം പോലും അദ്ദേഹം ഇവിടെ എത്തിച്ചേരാതെയും ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെയും ഒരു സാഹചര്യം തീർക്കുക എന്നുള്ളത് തീർത്തും ദുരൂഹമായ സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം
അത് ഇപ്പോൾ പുരോഗമിക്കുന്നതിന് അതിനും കൂടുതലായി ഊർജ്ജസ്വലമായ ഒരു അന്വേഷണം വേണം എന്നൊരാവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ആളെ കാണാതായിട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു, കല്യാണം ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ എവിടെയാണ് എന്താണെന്ന തരത്തിൽ ഒരു വിവരവും ആർക്കും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രശ്നമായിട്ട് കുടുംബം കാണുന്നത്. എന്താണെങ്കിലും മലപ്പുറം പോലീസും ഇത് അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത്. ഡിവൈഎസ്പി നേരിട്ടാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ കേസ് മിസ്സിംഗ് കേസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ വിവരങ്ങളും എപ്പോഴും നൽകാൻ കഴിയില്ല എന്നൊരു അഭിപ്രായമാണ് പോലീസ് പങ്കുവെക്കുന്നത്. കാരണം ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അബ്സ്കോണ്ടിംഗ് ആണെങ്കിൽ ഈ മാധ്യമങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് കേസ് അന്വേഷണത്തെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. ടോം. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പള്ളിപ്പുറത്താണ് വിവാഹം നടക്കാനിരുന്ന ദിവസം യുവാവിനെ കാണാതായത്. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ യോഗം ചേരുന്നു. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ കേസുകളാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. നടന്മാർക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നു. നടൻ നിവിൻ പോളിക്കെതിരായ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇന്ന് എത്തില്ലെന്ന് പരാതിക്കാരി അറിയിച്ചു. അതിനിടെ നിവിൻ പോളി നൽകിയ പരാതിയിൽ അന്വേഷണ സംഘം നിവിൻ പോളിയുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ലൈംഗികാതിക്രമ കേസിൽ, സിനിമയിലെ ലൈംഗികാതിക്രമ കേസിൽ യോഗം ചേർന്നിരുന്നു. 1-2 പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ട്. ഒന്ന്, ഈ ആരോപണ വിധേയരായ പ്രതിപ്പട്ടികയിലുള്ള താരങ്ങൾക്ക് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചത്. 2, ഇതിന് പിന്നിൽ ചില വ്യാജ പരാതികളുണ്ട് എന്ന ആക്ഷേപവും. ഇത് എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇന്നത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്? നവമി. ടോം, ഇന്ന് രാവിലെ ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം അത് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. അതിലൊന്ന്, നമുക്കറിയാം മുകേഷിനെതിരെ മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ നൽകുവാൻ നേരത്തെ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. ഇതിന് മുന്നോടിയായി ഒരു കത്ത് കോടതിയിൽ സമർപ്പിക്കാനുമൊക്കെ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് രാവിലെ തന്നെ സർക്കാർ അതിനെതിരെ, അതായത് അത്തരത്തിലൊരു മുൻകൂർ ജാമ്യവുമായി പോകണ്ട, മുൻകൂർ ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്പീലുമായി പോകണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് നടപടിയാകും സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക. അങ്ങനെ മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീൽ അത് നൽകരുത് എന്നുണ്ടെങ്കിൽ അത് ഇടവേള ബാബുവിനും ബാധകമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ അലട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടവേള ബാബുവിന്റെ മുൻകൂർ ജാമ്യം അതും നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അന്വേഷണ സംഘം ചർച്ച ചെയ്യുന്നത്. അതിൽ എന്താകും ഇനി തുടർ നടപടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പ്രതികൾക്ക് ജാമ്യം നൽകിയ ഒരു സാഹചര്യത്തിൽ ഇവർ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു രീതി മുന്നോട്ട് കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പോലും ഇവർ അന്വേഷണ സംഘത്തോട് സഹകരിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നതിലും ഇപ്പോൾ സംഘത്തിന് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് ചേരുന്ന യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ഒപ്പം തന്നെ മറ്റ് കേസുകളിലെ രഞ്ജിത്ത് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ തീയതി അടുത്ത ഘട്ടം, അതായത് ആദ്യഘട്ടം ഇതുവരേക്കും പൂർത്തിയായി എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. തെളിവ് ശേഖരണം, രഹസ്യമൊഴി രേഖപ്പെടുത്തൽ, പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തൽ, ഇതെല്ലാം കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിൽ ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകണം, ഇതായിരിക്കും ഏറ്റവും പ്രധാനമായും ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുക. മറ്റൊരു കാര്യം നിവിൻ പോളിയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളിക്കെതിരെയുള്ള പരാതി, അത് 2 കേസാണ് നിവിൻ പോളിക്കെതിരെയുള്ളത്. ഒന്ന്, ഈ പരാതിക്കാരി നൽകിയ നിവിൻ പോളി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന പരാതി. മറ്റൊന്ന്, പരാതിക്കാരിക്കെതിരെ ഒരു ഗൂഢാലോചന, അതായത് തന്നെ തകർക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന ഇതിലുണ്ട്, അതിന്റെ പേരിലാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു വ്യാജ പരാതി നൽകിയതെന്നുള്ളൊരു പരാതിയും നിവിൻ പോളി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ 2 പരാതിയാണുള്ളത്. അതിൽ ഇന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരിയെ വരാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ചില ആരോഗ്യ
പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വരാൻ കഴിയില്ല എന്ന് നിവിൻ പോളി എന്ന് ഈ പരാതിക്കാരി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ദിവസത്തേക്കായിരിക്കും കാര്യങ്ങൾ വരുന്നത്. കാരണം എത്തുക. കഴിഞ്ഞ ദിവസം ഈ മൊഴി നൽകിയ പരാതിക്കാരി താൻ ഇതിനു മുൻപ് ഈ തീയതി സംബന്ധിച്ച് ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ദിവസം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് നമ്മൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും പിന്നീട് പോലീസ് നൽകിയ മൊഴിയിലും അവർ പറഞ്ഞത് അന്ന് ഉറക്കപ്പിച്ചിലാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നാണ്. എന്നാൽ പോലീസ് ഇത് രഹസ്യമൊഴി എടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു. അവിടെ അവർ ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ടൊന്നും എത്താൻ കഴിയില്ല എന്ന് പറയുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹത സംശയിക്കണോ നവമി? ഈ പ്രത്യേകിച്ച് ഈ പരാതിക്കാരി ഈ രീതിയിൽ ഈ മലക്കം അറിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മൊഴികളിലൊക്കെ ഈ പൊരുത്തക്കേടുള്ളപ്പോൾ ഇപ്പോൾ ഇന്ന് അവർ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഹാജരാകാത്ത ഉൾപ്പെടെ കൂട്ടി വായിക്കുമ്പോൾ പല സംശയങ്ങളും ഉയരുന്നില്ലേ? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു ടോം. കാരണം നമുക്കറിയാം ഈ 14, 15 എന്നുള്ള തീയതി അത് പരാതിക്കാരി നൽകിയത് പിന്നീട് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ്. ആ അഭിമുഖത്തിലാണ് പറയുന്നത് ഡിസംബർ 14, 15 തീയതികളിലാണ് വിദേശത്ത് വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് മയക്കുമരുന്ന് നൽകി ശേഷം തന്നെ ബലാത്സംഗം ചെയ്തു. നിവിൻ പോളി ഉൾപ്പെടെയുള്ള 6 പേരും ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയത്. പക്ഷേ പിന്നീട് ഈ നിവിൻ പോളിയുടെ തന്നെ സുഹൃത്തുക്കൾ അവർ ഈ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഈ 2 തീയതികളിലും നിവിൻ പോളി ഉണ്ടായിരുന്നതെന്ന് കൃത്യമായിട്ടുള്ള തീയതിയും ഒപ്പം ദൃശ്യങ്ങളും അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി പാർവതിയും നിവിൻ പോളിക്കൊപ്പം നിൽക്കുന്ന തീയതി അടങ്ങുന്ന ആ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. നിർമ്മാതാവ് ഇക്കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടുള്ള തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിവിൻ പോളിയുടെ പാസ്പോർട്ടിന്റെ പകർപ്പടക്കം നൽകിക്കൊണ്ടാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി നൽകിയത്. അങ്ങനെയാണെങ്കിൽ നിവിൻ പോളിക്കെതിരെ ഈ പെൺകുട്ടി നടത്തിയ ഈ ഒരു ആരോപണം അത് വ്യാജമല്ലേ എന്നുള്ളൊരു സംശയമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത്. ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറയുന്നു. അതോടൊപ്പം തന്നെ തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട്, ഈ പെൺകുട്ടിയെ തനിക്ക് അറിയില്ല, ഈ പെൺകുട്ടിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിൽ നിവിൻ പോളി മാധ്യമങ്ങളെ കാണുന്നു. അതോടൊപ്പം തന്നെയാണ് പെൺകുട്ടിയോട് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ വരാൻ ആവശ്യപ്പെടുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വരില്ല എന്ന് പറയുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം ചില സാമ്പത്തിക കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി അന്വേഷണ സംഘം ഈ പെൺകുട്ടിയെ വിളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാധ്യമങ്ങളുടെ ചോദ്യത്തിലുള്ള ഉത്തരമായാണ് ഈ പെൺകുട്ടി പറഞ്ഞത് അത് ആ ദിവസത്തെ അതായത് 14, 15 എന്നുള്ളൊരു തീയതി പറഞ്ഞത് അത് താൻ ഉറക്കപ്പിച്ചിലായിരുന്നു. ആ മാധ്യമത്തിന് അഭിമുഖം നൽകുമ്പോൾ താൻ ഉറക്കപ്പിച്ചിലായിരുന്നു. അതല്ല കൃത്യമായിട്ടുള്ള ഡേറ്റ്, അത് അന്വേഷണ സംഘം തന്നെ കണ്ടുപിടിക്കട്ടെ. ഇതിലൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ വഴിതെറ്റിക്കാനുള്ള ചില ശ്രമങ്ങളുമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. പക്ഷെ ഇത് എത്രമാത്രം വിശ്വാസത്തിൽ എടുക്കാമെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും അന്വേഷണ സംഘം തന്നെ ഇത് കൃത്യമായി കണ്ടെത്തട്ടെ. നിവിൻ പോളിയെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ടാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ പരാതിക്കാരി ആയിക്കോട്ടെ അവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. ഈ മൊബൈൽ ഫോൺ അത് നിവിൻ പോളിയുടെ കൈവശമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലുമൊക്കെ ചില അവ്യക്തത തുടരുന്നുണ്ട്. പലപ്പോഴും ഈ പെൺകുട്ടിയുടെ അഭിമുഖത്തിൽ തന്നെ പലതും പറയുന്ന മൊഴികൾ മാറ്റി മാറ്റി പറയുന്ന ഒരു രീതിയും നമുക്ക് വ്യക്തമാകും. എന്തായാലും ഇതൊരു വ്യാജ പരാതിയാണെന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് നിവിൻ പോളി. ടോം, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ ലൈംഗിക ആരോപണത്തിൽ നടൻ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഒരു കോൺഗ്രസ് നേതാവ് സ്പോട്ട് ലൈവ് തുടരുന്നു. ലൈംഗിക ആരോപണത്തിൽ നടൻ മുകേഷിനെ കൈവിടാതെ സർക്കാർ. മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ അപ്പീൽ പോകില്ല. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. അപ്പീലിന് സാധ്യതയില്ലെന്ന് മറുപടി നൽകാനാണ് തീരുമാനം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ ദിവസം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന്
മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിനെതിരെ, അതായത് മുകേഷിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കണം എന്നൊരു ആവശ്യത്തിലേക്ക് നീങ്ങിയത്. പക്ഷേ സർക്കാരിൻ്റെ, പ്രത്യേകിച്ചും പ്രോസിക്യൂഷന്റെ സമീപനം ഏതെങ്കിലും രീതിയിൽ ഈ അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാകുന്നുണ്ടോ? ഈ അന്വേഷണ സംഘം തന്നെ വിലയിരുത്തുന്നത്, ഇത് പ്രത്യേകിച്ച് ഒരു ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു MLA ആയിട്ടുള്ള വലിയ സ്വാധീനമുള്ള ഒരു മുകേഷിനെ പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജാമ്യം ലഭിച്ചാൽ അത് കേസിനെ പല രീതിയിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സാക്ഷികളെ, അതല്ലെങ്കിൽ ഇരകളെയൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. ഇങ്ങനെയെങ്കിൽ ഇനി അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കം എന്തായിരിക്കും ആജ്ഞ? ടോം, ഈ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ട് പുറത്തിറക്കിയ വിധി പകർപ്പിൽ പറയുന്ന രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഏത് സമയത്തും ഹാജരാകണം എന്നുള്ള ഒരു ക്ലോസ് വെച്ചിട്ടാണ്. പക്ഷേ ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ MLA പോസ്റ്റിലിരിക്കുന്ന ഒരാളെ ഒരു അന്വേഷണ സംഘം സമീപിക്കുമ്പോൾ അത് ഇത്തരത്തിൽ ഭരണപരമായിട്ടോ അല്ലെങ്കിൽ അധികാരപരമായിട്ടോ ഉള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താം, അത് ദുരുപയോഗം ചെയ്യാം എന്നൊരു നിരീക്ഷണത്തിലാണ് SIT ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. മുകേഷ് MLAക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് മുൻകൂർ ജാമ്യം റദ്ദു ചെയ്യണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്. അത് അന്വേഷണത്തെ ബാധിച്ചേക്കാം എന്ന് മാത്രമല്ല, സംസ്ഥാനം വിട്ടുപോകരുത് എന്ന് പറയുമ്പോഴും അതിനകത്ത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വെച്ചിട്ടില്ല എന്നും SIT നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതിന് ഏത് തരത്തിലും അന്വേഷണത്തെ ബാധിക്കാമെന്നൊരു സാഹചര്യം കൂടി മുൻനിർത്തിയിട്ടാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് പ്രോസിക്യൂട്ടർക്ക് നൽകിയത്, സർക്കാരിന് നൽകിയത്. അതേസമയം സർക്കാർ ഈ കാര്യത്തിൽ മുകേഷ് MLAയെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുക്കുന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. കാരണം ഇത്തരത്തിൽ 19 പേജുള്ള എന്തിനാണ് അതിജീവതയെ മാനിക്കാത്ത തരത്തിലുള്ള ഇത്തരം വലിയ വിധിപകർപ്പ് പുറത്തിറക്കിയത് എന്നൊരു ചോദ്യം സർക്കാരിന്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിജീവത ഏത് സാഹചര്യത്തിലായാലും, 15 വർഷം മുൻപായാലും കഴിഞ്ഞ ദിവസം നടന്ന ബലാത്സംഗ കേസായാലും ലൈംഗിക അതിക്രമ കേസായാലും അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, അതിന് കൃത്യമായ മാനങ്ങളുണ്ട്. അതിജീവതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് SIT വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിജീവിതയുടെ വാദങ്ങളെ അല്ലെങ്കിൽ പരാതികളെ മാനിക്കാത്ത തരത്തിലുള്ള, അതിന്റെ ഒതന്റിസിറ്റി നഷ്ടപ്പെടുന്ന തരത്തിലുള്ള നീക്കമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും മുൻകൂർ ജാമ്യം നൽകിയതിലൂടെ ഉണ്ടാകുന്നത്. ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടും. പ്രത്യേകിച്ചും ഈ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസിനെതിരെ വ്യാപകമായ വിമർശനം ഉയർത്തിക്കൊണ്ട് അനിലക്കരെ രംഗത്തെത്തിയിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്, അനിലക്കരെ പരാതി നൽകിയിട്ടുമുണ്ട്. കാരണം ഹണിയം വർഗീസ് CPMന്റെ വക്താവാണ്. പ്രത്യേകിച്ചും തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മകളാണ്. തൃശൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, തൃശൂരിലെ ഒരു പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വാർഡിൽ നിന്നും മത്സരിച്ച CPMന്റെ കാൻഡിഡേറ്റ് കൂടിയാണ്. ഈ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതി അല്ലെങ്കിൽ ജഡ്ജ് ഹണിയം വർഗീസ് ആയിരിക്കരുത്, അവരെ ആ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു പരാതി കൂടി ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല നമുക്കറിയാം, അതിജീവത, അതായത് നടിയെ ആക്രമിച്ച കേസിൽ അതിജീവതയുടെ മെമ്മറി കാർഡും പരിശോധിക്കുന്ന 3 സാഹചര്യത്തിൽ മെമ്മറി കാർഡ് പരിശോധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് ഈ ജഡ്ജിന്റെ മേൽനോട്ടത്തിൽ കേസ് ഉണ്ടായിരുന്നപ്പോഴാണ് എന്നുള്ള വിമർശനവും നിലനിൽക്കുകയാണ്. ഇതിനെതിരെ ജഡ്ജിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവത അന്ന് കോടതിയെ സമീപിച്ചിരുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അന്ന് മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഒരു സാഹചര്യം, മുകേഷിനെതിരെയുള്ള മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ ജഡ്ജിനെ മാറ്റണമെന്ന ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അത് അതിജീവത മീഡിയയ്ക്ക് നൽകിയ മൊഴിയും കോടതിയിൽ നൽകിയ, പോലീസിന് നൽകിയ മൊഴിയും വ്യത്യസ്തമാണ്. മുകേഷിന്റെ കേസ് പരിഗണിക്കുന്നതിൽ ഹണിയം വർഗീസിനെ മാറ്റണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് അനിലക്കര MLA, കോൺഗ്രസ് നേതാവ് മുൻ MLAയുമായ അനിലക്കര ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാർ മുകേഷിനെ സംരക്ഷിക്കുന്നു, ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. യുവാവിനെ ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന കേസിൽ സംവിധായകൻ രഞ്ജിത്തിനും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ആ വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്.
സ്പോട്ട് ലൈവ് തുടരുന്നു. യുവാവിനെ ലൈംഗികമായി ഉപയോഗിച്ചെന്ന കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലുള്ള കേസിലാണ് മുൻകൂർ ജാമ്യം. അതിക്രമം നടന്നത് ബംഗളൂരുവിലായതിനാൽ അവിടേക്ക് കേസ് കൈമാറുന്നതായി പോലീസ് കോടതിയെ അറിയിച്ചു. ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് ഇടക്കാല ജാമ്യം നൽകിയത്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഉപാധികളോടെയാണോ രഞ്ജിത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. ടോം, 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് സംവിധായകൻ രഞ്ജിത്തിന് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയുടെ പരാതിയെ തുടർന്ന് കോഴിക്കോട് കസബ പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുക്കുകയും ചെയ്ത് ലൈംഗികാതിക്രമ കുറ്റമാണ് FIRൽ ചുമത്തുകയും ചെയ്തത്. നേരത്തെ ബംഗാൾ നടിയുടെ പരാതിയിൽ ആദ്യ FIR രജിസ്റ്റർ ചെയ്തു. ഇന്ന് തൊട്ടു പിന്നാലെയാണ് വെളിപ്പെടുത്തലുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് രംഗത്തെത്തിയത്. സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ 2012 ബംഗളൂരുവിൽ വെച്ച് രഞ്ജിത്ത് ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന പരാതിയാണ് മുന്നോട്ട് വച്ചത്. ആദ്യം ഈ മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം പിന്നീട് സിനിമയിലെ പരാതികൾ അന്വേഷിക്കുന്നതിനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവാവ് പരാതി അയക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോടെത്തി പ്രത്യേക അന്വേഷണ സംഘം യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഇന്ന് കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോൾ ബംഗളൂരിൽ വെച്ചാണ് കേസിന്റെ ആധാരമായ സംഭവം നടന്നതെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യം അന്വേഷണത്തിനായി ബംഗളൂരുവിലേക്ക് കൈമാറേണ്ടതുണ്ട് എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ശേഷമാണ് 30 ദിവസത്തേക്ക് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ രഞ്ജിത്തിന് ഇടക്കാല മുൻകൂർ ജാമ്യം നൽകുന്നുവെന്ന് കോടതി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും പോലീസ് കേസ് ബംഗളൂരുവിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസരം തേടി സിനിമാ ലൊക്കേഷനിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ നമ്പർ കുറിച്ചു കൊടുത്ത ശേഷം പിന്നീട് കാണാനും മെസ്സേജ് അയക്കാനും ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് യുവാവ് പറഞ്ഞത്. ഇതിനുശേഷം ബന്ധപ്പെട്ടപ്പോൾ ബംഗളൂരുവിലെ സ്വകാര്യ ഹോട്ടലിൽ എത്താനായിരുന്നു ആവശ്യപ്പെട്ടത്. ഇതിനുശേഷം ഹോട്ടലിൽ എത്തിയപ്പോഴാണ് തന്നെ ലൈംഗികമായി സംവിധായകൻ ദുരുപയോഗം ചെയ്തു എന്ന വെളിപ്പെടുത്തൽ യുവാവ് നടത്തിയത്. ടോം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിന് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം വർക്കലയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിനിടെ ജ്യേഷ്ഠനെ കൊലപ്പെടുത്തിയെന്നൊരു വാർത്ത വരുന്നുണ്ട്. കാറാത്തല ലക്ഷം വീട് സ്വദേശി അജിത്താണ് സഹോദരൻ അനീഷിൻ്റെ മർദ്ദനമേറ്റ് മരിച്ചത്. കഴിഞ്ഞ രാത്രി 10:30 സംഭവം. വിശദാംശങ്ങളുമായി അഭിലാഷ് ചേർന്നു തിരുവനന്തപുരത്ത് നിന്ന്. അഭിലാഷ്, ഈ പലപ്പോഴും ഈ സഹോദരങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കത്തിനിടെ കൊലപാതകമൊക്കെ നടക്കുന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ പലപ്പോഴും അവിടെ മദ്യമാണ് വില്ലനായിട്ടുള്ളത്. മദ്യപിക്കുന്നതിനിടയിലുള്ള തർക്കത്തിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ സംഭവിക്കാറുണ്ട്. ഇവിടെ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിന് പിന്നീട് അത് കൊലപാതകത്തിലേക്ക് നീങ്ങാനുള്ള കാരണം എന്താണ്? ടോം, തീർച്ചയായും മദ്യലഹരിയിൽ തന്നെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 10:30 മണിയോടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ സഹോദരങ്ങളായ ഇവർ രണ്ടുപേരും ചേർന്ന് 2015 ഇവരുടെ സുഹൃത്തായ ഒരു യുവാവിനെ റോഡിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ്. ഈ കേസിൽ ഇരുവരും ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഈ വിചാരണ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലാണെന്നാണ് അറിയുന്നത്. ഉടൻ തന്നെ ഈ കേസിന്റെ വിധി വരും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയും ഇവർ തമ്മിൽ സംസാരം നടക്കുകയും ഈ സംസാരത്തിനൊടുവിൽ പ്രകോപിതരായി ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി. ഇതിനിടെ സഹോദരനായ അനീഷ് ജ്യേഷ്ഠൻ അജിത്തിനെ ഈ ടേപ്പ് കരണ്ടി കൊണ്ട് തലയ്ക്ക് മാരകമായി അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് അജിത്തിനെ നിലത്തേക്ക് തള്ളിയിട്ടു. ഈ വീഴ്ചയിലും അജിത്തിന്റെ തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു. തലയോട്ടിയിൽ ആഴത്തിലുള്ള മുറിവുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം നാട്ടുകാർ ഈ അജിത്തിനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ വിദഗ്ധ സംഘം സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് പ്രതിയെയും ഇവിടെ എത്തിച്ച് ഉടൻ തന്നെ തെളിവെടുപ്പ് നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മദ്യം തന്നെയാണ് ഇതിൽ ഒരു വില്ലനായി നിൽക്കുന്നതെന്ന് തന്നെ പറയാം. ടോം. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി DGP കൂടിക്കാഴ്ച നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. BV വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. കഴിഞ്ഞ ദിവസം ഈ സംഭവവികാസങ്ങളുടെ ADGP MR അജിത് കുമാറിനെതിരായ പുതിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ
മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. DGP ഉൾപ്പെടെയുള്ളവർ, DGPയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും P. ശശി ഉൾപ്പെടെയുള്ളവരും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു, യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് MR അജിത് കുമാർ 4 ദിവസത്തെ അവധിയിൽ പ്രവേശിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലും കടന്നത്. പക്ഷേ MR അജിത് കുമാർ അതിൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, അതായത് സ്വർണ്ണക്കടത്ത് കേസിലെ ഇടപെടലുകൾ, സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന് സംസ്ഥാനം വിടാനുള്ള സാഹചര്യം ഒരുക്കി, ശബരിമലയിലെ വിഷയത്തിലടക്കം നിയമവിരുദ്ധമായി MR അജിത് കുമാർ ഇടപെട്ടു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. മാത്രമല്ല ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. RSS MR അജിത് കുമാർ കൂടിക്കാഴ്ച, RSS നേതാക്കളുമായി MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച അടക്കം വിവാദമായ പശ്ചാത്തലത്തിലാണ് വീണ്ടും മുഖ്യമന്ത്രി DGPയെ വിളിച്ചിരിക്കുന്നത്. ഇന്റലിജൻസിന്റെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറെ ഗൗരവ സ്വഭാവമുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. അതായത് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമോ തുടങ്ങിയ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. കാരണം PV അൻവർ MLA നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ആവശ്യം തന്നെ ഉന്നയിച്ചിരുന്നു. പല രീതിയിലുള്ള പ്രമാദമായ പല കേസുകളിലും MR അജിത് കുമാർ വഴിവിട്ട ഇടപെടലുകൾ നടത്തി തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണം MR അജിത് കുമാറിനെ രൂക്ഷമായ വിമർശിച്ചുകൊണ്ട് MR അജിത് കുമാറിന്റെ പല വഴിവിട്ട ഇടപെടലുകളും ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു PV അൻവർ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഈ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്ന ആവശ്യവും PV അൻവർ ഉന്നയിച്ചത്. അതിന് പിന്നാലെ തൊട്ടു പിന്നാലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്തരമൊരു യോഗം ചേരുന്നത്. നാളെ PV അൻവർ മുഖ്യമന്ത്രിയെ കാണും, നേരിട്ട് തിരുവനന്തപുരത്ത് പോയി കാണും എന്ന കാര്യം കൂടി PV അൻവർ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ കൂടിക്കാഴ്ച ഇപ്പോൾ ഈ അടിയന്തരമായി ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ? ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമോ? പല രീതിയിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ADGP ഇന്റലിജൻസിന്റെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമും ഈ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇതേ രീതി, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുടെ വസതിയിൽ, ഔദ്യോഗിക വസതിയിൽ DGP ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പല രീതിയിലുള്ള ഈ കേസിന്റെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ DGP തന്നെ നേരിട്ട് പല വിഷയങ്ങളും, അതായത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ശബരിമലയിൽ അടക്കം ADGP MR അജിത് കുമാർ ഇടപെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ അന്വേഷിക്കാനുള്ള തീരുമാനം വന്നത്. നേരത്തെ ഈ RSS നേതാക്കളും ADGP MR അജിത് കുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ശബരിമല വിഷയത്തിലടക്കം വഴിവിട്ട് ഇടപെടലുകൾ നടത്തിയതിന്റെ കാര്യങ്ങളൊക്കെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. പക്ഷേ അന്ന് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളും ഉയരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് വീണ്ടും മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. മുതിർന്ന നേതാക്കൾ